നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. റബ്ബറിന് താങ്ങുവില നിശ്ചയിക്കാത്തതും നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയും റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയെന്ന ഇ.പി. ജയരാജൻ എം.എൽ.എ. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുധാരയിലെത്തിക്കാൻ സംവാദങ്ങളും ബോധവത്കരണങ്ങളും നടത്തും. അധികൃതരുടെ ശ്രദ്ധ നേടാൻ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നും ഇ.പി. ജയരാജൻ. ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി പുണ്യത്തിന്റെ വഴി തേടി ലോകമെങ്ങും വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ലൈവ് വാർത്ത തുണയായി കാമുകഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിലെ കാവുകൾ സംരക്ഷിക്കുമെന്ന വാഗ്ദാനവുമായി KLDC ചെയർമാൻ ബെന്നി കക്കാട്. പുനലൂർ എം.എൽ.എയും വൈസ് ചെയർമാനും അടക്കമുള്ള ഇടതു നേതാക്കൾ പുനലൂർ പേപ്പർ മിൽ തുറക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ്. മില്ലുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്നും കോൺഗ്രസ്. റബ്ബറിന് താങ്ങുവില നിശ്ചയിക്കാത്തതും നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയും റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഇ.പി. ജയരാജൻ എം.എൽ.എ. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റബ്ബർ കർഷക ജില്ലാ കൺവെൻഷൻ അഞ്ചലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസക്ത ഭാഗങ്ങൾ. കേരളത്തിലെ റബ്ബർ കൃഷിക്ക് പ്രാധാന്യം നൽകാതെയാണ് വിദേശത്തു നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനേക്കാളും വില കുറയാൻ വേണ്ടി പോവുകയാണ്. ഇതിനേക്കാൾ വില കുറയാൻ പോകുന്നത് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ മുഴുവൻ ടയർ കമ്പനിക്കാരും റബ്ബർ വ്യവസായികൾ ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് വൻതോതിൽ ഭൂമി വാങ്ങിപ്പിച്ചു. അവിടെ ഭൂമിക്ക് വിലയൊന്നുമില്ല, വളരെ ചെറിയ വിലക്ക് ഭൂമിയുണ്ട്. അവിടെ ഭൂമി വാങ്ങിയിട്ട് കറുത്ത വർഗ്ഗക്കാരെ കൊണ്ട് വലിയ തോതിൽ പ്ലാന്റേഷൻ ഉണ്ടാകും. ഇപ്പൊ ഏതാണ്ട് 5 വർഷം 6 വർഷം പൂർത്തിയായി. ഇവിടെ 7 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ പാലെടുക്കാൻ തുടങ്ങുന്നത്. അവിടെ ഇത് വൻതോതിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പാലെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയിരിക്കുക. അത് തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള റബ്ബറിന് ഇന്നുള്ളതിനേക്കാളും വിലയിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ മുതലാളിമാര് ഈ കേരളത്തിലെ വൻകിട ടയർ കമ്പനിക്കാർ വൻതോതിൽ ലാഭം കൊയ്തെടുക്കാൻ അവർക്ക് കേരളത്തിലെ റബ്ബർ മുഴുവൻ സമാഹരിച്ച് വ്യാപാരം നടത്തിയാൽ തന്നെ അവർക്ക് ഒരു വർഷം ഇവിടുത്തെ ഏറ്റവും വലിയ MRS കമ്പനിക്ക് തന്നെ ഒരു 120 കോടിയിൽ പരം ഉറുപ്പിക ഒരു വർഷം അറ്റാതായി, എല്ലാ ചെലവുകളിലും അറ്റാതായി. വൻ ലാഭം തന്നെയാണ്. പക്ഷെ ആ ടയർ കമ്പനിക്കാർ ഉൾപ്പെടെ മുഴുവൻ ടയർ കമ്പനിക്കാരും ഇപ്പോൾ ഈ റബ്ബറിലേക്കാണ്. റബ്ബറിന്റെ വില കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ഗവൺമെന്റ്, UPA ഗവൺമെന്റ് ആയിരുന്നു, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആയിരുന്നു, കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. ഇവിടെ റബ്ബറിന് 240 രൂപ കിട്ടിക്കൊണ്ടിരുന്ന അവസരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ റബ്ബർ ഇറക്കുമതി ചെയ്യാൻ ഇവിടുത്തെ ടയർ കമ്പനികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുത്തു. ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രീ പോർട്ടാണ്, തുറമുഖം ഫ്രീയാണ്. ഇവിടെ ഇറക്കുമതി ചെയ്യാം. ആസിയൻ രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഇറക്കുമതി ചെയ്യാനുള്ള ഓപ്പൺ മാർക്കറ്റ്, അത് ആ പോളിസിയാണ് BJP. ഫ്രീ പോർട്ടായി കഴിഞ്ഞാൽ ഇന്ന് കൊടുക്കേണ്ട ഇറക്കുമതി ചുങ്കം പോലും കൊടുക്കേണ്ടി വരും. 7% 20% റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കുണ്ടായിരുന്നു. 100 രൂപയുടെ റബ്ബർ ഇറക്കുമതി ചെയ്യുമ്പോൾ 20 രൂപ ഡ്യൂട്ടി നിശ്ചയിക്കാൻ 120 രൂപയായി. അത് സെയിൽ ടാക്സ് എല്ലാം കൂടി വരുമ്പോൾ 130 രൂപയാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് ഈ 20% ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന റബ്ബറിന് നിയന്ത്രണം വന്നു. എന്നാൽ ഇന്ത്യയിലെ വൻകിട ടയർ ലോബിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി UPA ഗവൺമെന്റ്, കോൺഗ്രസ് പാർട്ടി ഇറക്കുമതി ചുങ്കം 7% കുറച്ച് വൻതോതിൽ റബ്ബർ ഇറക്കുമതിക്ക് വേണ്ടിയിട്ട് വഴിവെച്ചു കൊടുക്കും. അവർ വൻതോതിൽ റബ്ബർ ഇറക്കുമതി ചെയ്യും. ഇന്ത്യയിലെ മുഴുവൻ ടയർ കമ്പനിക്കാരുടെയും ഗോഡൌണുകളിൽ ഏതാണ്ട് ഒരു അവർക്ക് എത്രയോ വർഷക്കാലം പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള റബ്ബർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുധാരയിലെത്തിക്കാൻ സംവാദങ്ങളും ബോധവത്കരണവും സംഘടിപ്പിക്കും. അധികാരികളുടെ ശ്രദ്ധ നേടുന്നതിന് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഈ മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രചരണ രീതികളുണ്ട്. വല്ലാതെ കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായ ധാരണയിൽ നയിക്കുകയുമാണ്.
അതുകൊണ്ട് കൃഷിക്കാരുടെ അടുത്ത് റബ്ബർ കൃഷിക്കാരുടെ അടുത്ത് പോയി അവരുടെ ഈ കാർഷിക പ്രശ്നങ്ങൾ റബ്ബറിനെ കുറിച്ച് ഓരോ പ്രദേശത്തുള്ള റബ്ബർ കൃഷിക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിയ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടി 3-4 ദിവസക്കാർ ജാഥകൾ, വീട് കയറിയിട്ട് കൃഷിക്കാരുമായിട്ടുള്ള സംവാദങ്ങൾ, പൊതുവായിട്ടുള്ള ഇതുപോലുള്ള സംവാദങ്ങളൊക്കെ സംഘടിപ്പിക്കും. ജനങ്ങളുടെ ബോധവൽക്കരണം സൃഷ്ടിക്കണം. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും പരിഹരിക്കപ്പെടുന്ന ഗവൺമെന്റ് വിശ്വസിച്ചുകൂടാ. അതിന്റെ ഭാഗമായിട്ടൊരു സമരരൂപം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഈ മാസം 10-ാം തീയതി എല്ലാ കളക്ടറേറ്റിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ആയിരക്കണക്കിന് കൃഷിക്കാരുടെ മനുഷ്യച്ചങ്ങല മനുഷ്യർ മതിൽ സൃഷ്ടിച്ചുകൊണ്ട് ഉപരോധം ഉണ്ടാക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു 11 മണി സമയത്ത് കർഷക സംഘം, റബ്ബർ കൃഷിക്കാരൊക്കെ കലക്ടറേറ്റുകൾക്ക് മുമ്പിലെത്തുക. ഈ കാർഷിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടെ ഉദ്ഘാടനം പ്രസംഗിക്കും. അത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കർഷക സംഘത്തിന് 2 കോടി 2 നേതാക്കളെ കൈകൊണ്ടു. അവർ 2 കലക്ടറേറ്റിന്റെ 2 ഭാഗങ്ങളിൽ എഴുതി അവിടെയുള്ള ആളുകളെല്ലാം അവർക്ക് പിന്നിൽ അണിഞ്ഞത് നടത്തുന്നു പോകുക. ആ കൊടികൾക്ക് പിന്നിൽ അവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും കൊണ്ടുവരുന്നത്. ഈ കൊടി ഇങ്ങനെ സഞ്ചരിച്ച് കലക്ടറേറ്റ് വളർന്നിട്ട് ഒരു സ്ഥലത്ത് അവർ 2 പേരും ഒരു സ്ഥലത്തെത്തി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിയുമ്പോൾ ഒരു പടക്കം പോകും. അപ്പോഴേക്കും മുഴുവൻ ആളുകളും ഈ ചങ്ങല പിടിച്ചുകൊണ്ട് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി ബാൾഡുമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ വി.എസ്. സതീഷ് സ്വാഗതം പറഞ്ഞു. സിപിഎം ജില്ലാ സെക്രട്ടറി കെ. രാജഗോപാൽ, കെ.എൻ. ബാലഗോപാൽ എം.പി, മുൻ എം.എൽ.എ. ബി. രാഘവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ജയമോഹൻ, അഡ്വക്കേറ്റ് എസ്. സോമപ്രസാദ്, ജോർജ് മാത്യു, കെ. ബാബു പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലോകമെങ്ങും വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി പുണ്യത്തിന്റെ വഴിതേടലാണ് വലിയ പെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ദൈവകൽപ്പനയനുസരിച്ച് ഏകജാതനായ മകനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ബലിദാനത്തിന്റെ ഓർമ്മയിലാണ് ഈ ദിനത്തിൽ വിശ്വാസികൾ മൃഗബലി നടത്തുന്നത്. പാപങ്ങളിൽ നിന്ന് മുക്തി നേടി പുണ്യങ്ങളുടെ പൂക്കാലം സൃഷ്ടിച്ച് പരമകാരുണികന്റെ പ്രീതിക്കായി യാചിച്ചുകൊണ്ട് പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകി. ജമാഅത്തുകളിലും ഈദ്ഗാഹുകളിലും മുസ്ലിം ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ ഈദ്ഗാഹ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലും നടന്ന നിസ്കാര ചടങ്ങുകളുടെ ദൃശ്യം. പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള മസ്ജിദുകൾക്ക് പുറമെ വിവിധ ഈദ്ഗാഹ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പെരുന്നാൾ നമസ്കാരം നടന്നു. കേരള നജ്മത്തുൽ മുജാഹിദീൻ പത്തനാപുരം സലഫി ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെന്റ് സ്റ്റീഫൻസ് ഗ്രൌണ്ടിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മുനീർ സലാഹി നേതൃത്വം നൽകി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മാനവ സമത്വത്തിന്റെയും മഹാവിളംബരമാണ് ബലിപ്പെരുന്നാൾ. തുടർച്ചയായി 7ാം വർഷമാണ് പത്തനാപുരം സലഫി ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് സ്റ്റീഫൻസ് ഗ്രൌണ്ടിൽ ഈദ് നമസ്കാരം നടക്കുന്നത്. യു ഫെബിൻ, അബ്ദുൽ സലാം പട്ടാഴി, സുധീർ കുണ്ടയം, ഷറഫ് ഖാൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരുന്നാൾ ദിനത്തിൽ പത്തനാപുരം അൽ അമീൻ സ്കൂൾ അങ്കണത്തിൽ പ്രത്യേക നമസ്കാര കേന്ദ്രം ഒരുക്കിയത് പത്തനാപുരം ഈദ്ഗാഹ് കമ്മിറ്റിയാണ്. ചടങ്ങുകൾക്ക് കരുനാഗപ്പള്ളി ഇമാം എസ്. അക്ബർ നേതൃത്വം നൽകി. ബലിപ്പെരുന്നാൾ ദൈവമാർഗത്തിൽ സ്വന്തം ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള ആത്മീയ പ്രക്രിയയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ സത്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ സ്വീകരിക്കാൻ നാവും കരളും നീട്ടിയിരിക്കുന്ന ഈ നാടിന് പുറത്ത് ലോകത്തൊരു ജനതയുണ്ട്. എന്റെ ഉത്തരവാദിത്വം ഇത് അവരെ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രബോധന കൃത്യത്തിലേക്ക് നിർവഹിക്കാൻ എന്നെ അല്ലാഹു ഏൽപ്പിച്ച ഈ പ്രബോധനം എന്ന ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ്. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. പത്തനാപുരം സലഫി ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടുക്കുന്ന HB സ്കൂളിലും നമസ്കാര ചടങ്ങുകൾക്ക് സൌകര്യമൊരുക്കിയിരുന്നു. ദേവാസമിതി അംഗം ഹാരിസ് ചെറൂട്ടി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പത്തനാപുരം ടൌൺ ജമാഅത്ത്, പള്ളിമുക്ക് വലിയ പള്ളി, ഇടത്തറ ജമാഅത്ത്, കുണ്ടയം, മഞ്ചളൂർ ജമാഅത്തുകൾ, പാടം, തേവലക്കര, മാങ്കോട്, പുന്നല, മണക്കാട്ടുപുഴ, നടുമുരിപ്പ്, പട്ടാഴി, തെക്കേക്കര, പാണ്ടിത്തിട്ട, കുന്നിക്കോട്, ആവണീശ്വരം, വിളക്കുടി, കാര്യറ, പിറവന്തൂർ എന്നീ ജമാഅത്തുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ എംഎൽഎയും വൈസ് ചെയർമാനും അടക്കമുള്ള ഇടതു നേതാക്കൾ പേപ്പർ മിൽ തുറക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ്. മില്ലുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു.
പേപ്പർ മിൽ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പരാതികളും ആരോപണങ്ങളും പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ മിൽ സന്ദർശിച്ച് മാനേജ്മെന്റ് പ്രതിനിധികളുമായി ചർച്ച നടത്തി. CV ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പേപ്പർ മില്ലിൽ എത്തിയത്. മില്ല് തുറന്നു പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്നും ഇടതുമുന്നണി ഇക്കാര്യത്തിൽ നടത്തുന്നത് കുപ്രചരണമാണെന്നും CV ജയകുമാർ പറഞ്ഞു. പുനലൂർ പേപ്പർ മിൽ എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസിനും പുനലൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തായി ഈ പ്രദേശത്തുണ്ടായിരിക്കുന്ന പേപ്പർ മില്ലുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുണ്ടായിരിക്കുന്ന ചില പ്രചരണങ്ങളും കുപ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ പുനലൂരിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ ഈ മില്ല് സന്ദർശിക്കുവാനും ഇവിടെ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സ്ഥിതി വിലയിരുത്തുവാനും മാനേജ്മെന്റിനോട് ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് അറിയുവാനുമാണ് ഞങ്ങൾ മുൻ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് വരികയും ഈ വരുന്ന മാസം ഒക്ടോബർ മാസത്തിൽ തന്നെ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയായി പേപ്പർ മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാം എന്ന് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഗവൺമെൻറ് ഉറപ്പ് നൽകി അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഡേറ്റിന് ആവശ്യപ്പെട്ട അതിന് സമയം ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രദേശത്തടക്കം പുനലൂരിൽ ഒരു വലിയ പ്രചരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഈ മില്ല് കൊടുക്കാൻ പോകുന്നു, ഈ മില്ലിൻ്റെ ഭൂമി വിൽക്കാൻ പോകുന്നു, ഇവിടെ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന പാവങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു എന്ന കുപ്രചരണം നടത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ഉമ്മൻചാണ്ടിയും എടുത്ത ഈ മില്ല് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ എടുത്ത പരിശ്രമത്തെ തകർത്തെറിയാനും ഈ പ്രദേശത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപിക്കാനും ഉള്ള ശ്രമമാണ് പുനലൂരിലെ MLA അടക്കമുള്ള ദൗർഭാഗ്യവശാൽ MLA മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും അടക്കമുള്ള ആളുകൾ ഈ സ്ഥാപനത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമം. അതിനെതിരെ കൂടി പ്രതികരിക്കാനാണ് ഞങ്ങൾ ഈ അവസരത്തിൽ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള മില്ല് തുറന്ന് പ്രവർത്തിപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിനോട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിൽ ഏതെങ്കിലും ഇനി ഈ വൈദ്യുതി കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കാലതാമസമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ബന്ധപ്പെട്ട നേതാക്കന്മാരെയും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരെയും കണ്ട് ഈ കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ പരിസരത്ത് പേപ്പർ മില്ലിന്റെ പരിസരത്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ആളുകൾ 2-3 തലമുറയായി താമസിക്കുന്ന ആളുകൾ അവരെ കുടിയൊഴിപ്പിക്കും എന്ന് പറയുന്ന ഒരു പ്രചരണം ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പുനലൂരിലെ CPIയുടെയും ഒരു സ്ഥിരം പല്ലവിയാണ്. പേപ്പർ മിൽ പരിസരത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ മിൽ മാനേജ്മെന്റ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ അതിനെ കൂട്ടുനിൽക്കില്ല എന്നും CV ജയകുമാർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ സാബു അലക്സ്, സഞ്ജു ബുഖാരി, വിളയിൽ സഫീർ, അജീഷ് മുഹമ്മദ്, ബീന ശാമുവൽ, സനൽകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലൈവ് വാർത്ത തുണയായി കമ്പുംചേരി തിരുവിളങ്ങോലപ്പൻ ക്ഷേത്രത്തിലെ കാവുകൾ സംരക്ഷിക്കുമെന്ന വാഗ്ദാനവുമായി KLDC ചെയർമാൻ ബെന്നി കക്കാട്. തിരുവിളങ്ങോലപ്പൻ ക്ഷേത്രത്തിന് സമീപം കല്ലടയാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന കാവുകൾ സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ബെന്നി കക്കാട് പറഞ്ഞു. ഇതു സംബന്ധിച്ച ലൈവ് വാർത്താ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അദ്ദേഹം സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ആറ്റുതീരം ഇടിഞ്ഞ് ചിരപുരാതനമായ കാവ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാവ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാവ് സംരക്ഷിക്കുന്നതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വേണ്ട പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KLDC ഇതിന് മുൻകൈയെടുക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി. കമ്പുംചേരി തിരുവനന്തപുരം ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ കാവ് ഇടിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമ്മൾ കണ്ടു. അത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള കേരള സംസ്ഥാന ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ പറഞ്ഞ കാവുകളും കുളങ്ങളും സംരക്ഷിക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ പ്രതിഫലനമായി ഇത് നമ്മളൊരു അപേക്ഷ കണ്ടുകൊണ്ട് കൊടുത്ത് അതിനുവേണ്ടി അത് സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്തും എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ മേജർ ഇറിഗേഷൻ എഞ്ചിനീയേഴ്സുമായി ചീഫ് എഞ്ചിനീയേഴ്സോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഏകദേശം 25 സെൻറ്റോളം ഭൂമി ഇടിഞ്ഞിറങ്ങി താന്ന് റോഡിലോട്ട് കിടപ്പുണ്ട്. അതിന് സംരക്ഷണ ഭിത്തി അടക്കമുള്ളത് കെട്ടി പരിപാലിക്കാനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. അതിന് നാട്ടുകാരെല്ലാം വളരെയധികം അമ്പലത്തിലുള്ള വിശ്വാസികൾ കമ്പുംചേരി പ്രദേശത്തുള്ള വിശ്വാസികളൊക്കെ അതിനുവേണ്ടി കുറേ നാളുകളായി ശബ്ദം ഉയർത്താറുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് നിശ്ചയമായും ഇത് സംരക്ഷിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തും എന്ന് അറിയിക്കും. സസ്യവൃക്ഷ നിബിഡമായ ഈ കാവിൽ കടമ്പ്, കമ്പകം, തേന്മാവ് എന്നിവ ഉൾപ്പെടെ അപൂർവമായ നിരവധി സസ്യങ്ങളും വൃക്ഷങ്ങളുമുണ്ട്. കാവ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് ഒരു സമിതിയും പ്രവർത്തിക്കുന്നുണ്ട്. മഴവെള്ള മലവെള്ളപ്പാച്ചിലും കല്ലടയാറ്റിലെ ശക്തമായ ഒഴുക്കും അശാസ്ത്രീയമായ മണലൂറ്റുമെല്ലാം കാവിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ തൂക്കുപാലത്തെ മറിച്ച് ഖാദിയുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡ്. തൂക്കുപാലത്തോട് ചേർന്നുള്ള ഗാന്ധി പ്രതിമയും ഫ്ലക്സിന്റെ മറവിലായി. നടപടിയിൽ പ്രതിഷേധിച്ച് തൂക്കുപാലം സംരക്ഷണ സമിതി രംഗത്തെത്തി. ഈ ഫ്ലക്സ് ബോർഡുകൾക്ക് പിന്നിൽ പുനലൂർ തൂക്കുപാലമുണ്ട്. ഒപ്പം ഗാന്ധി പ്രതിമയും.
ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തെയും ഗാന്ധി പ്രതിമയെയും മറച്ച് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചത് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡാണ്. ഫ്ലെക്സ് ബോർഡുകൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കപ്പെട്ടത്. പുനലൂർ രാജാരോഹിണി ഹാളിൽ ഈ മാസം 6 മുതൽ 10 വരെ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന ജില്ലാതല പ്രദർശനത്തിന്റെ ബോർഡാണ് തൂക്കുപാലത്തെയും ഗാന്ധി പ്രതിമയെയും മറച്ച് തല ഉയർത്തി നിൽക്കുന്നത്. ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പരസ്യപ്രചാരണ ബോർഡുകളും തൂക്കുപാലത്തോട് ചേർന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചരിത്ര സ്മാരകത്തെയും രാഷ്ട്രപിതാവിനെയും അവഗണിക്കുന്നതാണ് ഇത്തരം പ്രവൃത്തികളെന്ന് തൂക്കുപാലം സംരക്ഷണ സമിതി അംഗം എ കെ നസീർ പ്രതികരിച്ചു. പുനലൂർ തൂക്കുപാലത്തെ മറച്ചുകൊണ്ട് ഈ വെക്കുന്ന ഫ്ലെക്സ് ബോർഡ് അടിയന്തരമായി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ SI വെണ്ണിലാൽ സാറിന്റെ സമരത്തിലാണ് പുനലൂർ സംരക്ഷണ സമിതി പുനലൂർ തൂക്കുപാല സംരക്ഷണ സമിതി പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ ആ വെണ്ണിൽ സാർ ഇരുന്ന സമയത്തെല്ലാം കറക്റ്റായിട്ട് ഈ ബോർഡുകൾ നീക്കം ചെയ്യുകയും വരുന്ന വിനോദസഞ്ചാരികൾക്കെല്ലാം തൂക്കുപാലം നല്ല രീതിയിൽ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും എല്ലാവിധ സംവിധാനങ്ങളുള്ളതാണ്. എന്നാൽ ഇന്ന് കുറച്ച് നാളുകളായി പുനലൂർ തൂക്കുപാലത്തെ പിന്നെയും അവഹേളിക്കുന്ന രീതിയിൽ പുനലൂരിൻ്റെ ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തെ അവഹേളിക്കുന്ന രീതിയിൽ പുനലൂർ തൂക്കുപാലം മറച്ചുകൊണ്ടും മഹാത്മാഗാന്ധിയെ മറച്ചുകൊണ്ടും പുനലൂരിലെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു വലിയ ഫ്ലെക്സ് ഖാദിയുടെ ഒരു വലിയ ഫ്ലെക്സ് പുനലൂർ തൂക്കുപാലത്തെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് തീർത്തും പുനലൂർ തൂക്കുപാലത്തെയും മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനം അടിയന്തരമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിർത്തലാക്കണമെന്നാണ് പുനലൂർ തൂക്കുപാല സംരക്ഷണ സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഉടൻ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ നഗരസഭാ അധികൃതർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇരുവൃക്കകളും തകരാറിലായ 13-കാരി തുടർ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു. പുനലൂർ TB ജംഗ്ഷന് സമീപം ആറ്റുമല പുത്തൻ വീട്ടിൽ ഷാനവാസിന്റെയും സെയ്ദ് മുത്തിന്റെയും മകൾ 13 വയസ്സുള്ള ഷഫിന ഷാനവാസാണ് ഇരുവൃക്കകളും തകരാറിലായി ഇപ്പോൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിനോടകം ഷഫിനയ്ക്ക് 5 ശസ്ത്രക്രിയകൾ നടത്തി. അടിയന്തരമായി 5 ലക്ഷം രൂപ ചെലവ് വരുന്ന മേജർ സർജറി നടത്തിയില്ലെങ്കിൽ ഷഫിനയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. KSRTC ഡ്രൈവറായ ഷാനവാസ് ഇതിനോടകം തന്റെ സമ്പാദ്യമെല്ലാം മകളുടെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. വീടും വസ്തുവും വിറ്റ് ഇവർ പത്തനംതിട്ട കുലശേഖരപതിയിലുള്ള വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. ഷഫിനയുടെ ചികിത്സാ സഹായത്തിനായി സെയ്ദ് മുത്ത് ഷാനവാസിന്റെ പേരിൽ SBTയുടെ പത്തനംതിട്ട പ്രധാന ശാഖയിൽ ഒരു അക്കൌണ്ട് തുറന്നിട്ടുണ്ട്. നല്ല മനസ്സുള്ളവർക്ക് സഹായങ്ങൾ ഈ അക്കൌണ്ടിൽ നിക്ഷേപിക്കാം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പുനലൂർ പവിത്രം ജ്വല്ലറി ഓണക്കാലത്ത് ഏർപ്പെടുത്തിയ സ്വർണ്ണ സമ്മാന പദ്ധതിയുടെ ജേതാക്കളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 1, 2, 3 സമ്മാനങ്ങൾ 7 പേർക്കായാണ് ലഭിക്കുക. 1ാം സമ്മാനമായ 1 പവന് ഏരൂർ വിളക്കുപാറ ഉഷാഭവനിൽ അനിത അർഹയായി. 2ാം സമ്മാനമായ അരപ്പവൻ പുനലൂർ കോമളംകുന്ന് ചരുവിളപ്പുത്തൻ വീട്ടിൽ സജീവിനും തെന്മല പുത്തൻ വീട്ടിൽ രേവതിക്കും ലഭിക്കും. 3ാം സമ്മാനമായ 2 ഗ്രാം സ്വർണത്തിന് തെന്മല ഉറുകുന്ന പ്രിയേഷ് ഭവനിൽ പ്രിയേഷ് ബാബു, കുളത്തുപുഴ പുത്തൻ വീട്ടിൽ സണ്ണി ജോൺ, ഇടമൺ വാഴയിൽ വീട്ടിൽ ലിസി ബെന്നി, കൊട്ടാരക്കര തലച്ചിറ വട്ടപ്പറമ്പിൽ മേലേതിൽ ബിന്ദുമോൾ എന്നിവർ അർഹരായി. കഴിഞ്ഞ ദിവസം ജ്വല്ലറിയിൽ നടന്ന നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ. റബ്ബറിന് താങ്ങുവില നിശ്ചയിക്കാത്തതും നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയും റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയെന്ന EP ജയരാജൻ MLA. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുധാരയിലെത്തിക്കാൻ സംവാദങ്ങളും ബോധവത്കരണങ്ങളും നടത്തും. അധികൃതരുടെ ശ്രദ്ധ നേടാൻ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നും EP ജയരാജൻ. ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി പുണ്യത്തിന്റെ വഴി തേടി ലോകമെങ്ങും വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ലൈവ് വാർത്ത തുണയായി കാമുകംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിലെ കാവുകൾ സംരക്ഷിക്കുമെന്ന വാഗ്ദാനവുമായി KLDC ചെയർമാൻ ബെന്നി കക്കാട്. പുനലൂർ MLAയും വൈസ് ചെയർമാനും അടക്കമുള്ള ഇടതു നേതാക്കൾ പുനലൂർ പേപ്പർ മിൽ തുറക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ്. മില്ലുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്നും കോൺഗ്രസ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക.